നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാസമാഹാരത്തിലെ ഒരു കവിതയാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. വേരുകൾ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂരും പരിസരമൊക്കെ കാണാനിടയായി. അങ്ങനെ നിലമ്പൂരിലെ തേക്ക് കൊണ്ട് മാത്രം, തേക്കും ഈട്ടിയും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചൊരു ഭവനമുണ്ട്. അത് വനവകുപ്പിൻ്റെ വകയാണത്. അവിടെ ഒരു രാത്രി തങ്ങാനിടയായി. എയർ കണ്ടീഷനൊന്നും വേണ്ട, അതിനകത്തെ കുളിർമ ആസ്വദിക്കാൻ. അത്രമാത്രം മനസ്സിന് ശാന്തതയും സുഖവും എല്ലാം ലഭിക്കുന്ന ഒരു കൊട്ടാര സദൃശമായിട്ടുള്ളൊരു കെട്ടിടമാണത്. അവിടെ എൻ്റെ സുഹൃത്തിൻ്റെ പരിചയത്തിന്മേൽ 1-2 ദിവസം അവിടെ തങ്ങാനും വനാന്തരങ്ങളിലൂടെ നടക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ആ രാത്രി എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ, പിന്നെ വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ, പിന്നെ മറ്റൊരു എഴുത്തുകാരൻ, ഞങ്ങൾ 4 പേരും കൂടെ രാത്രിയുടെ 2-ാം യാമത്തിൽ കാട്ടിനുള്ളിലൂടെ കുറേ ദൂരം നടന്ന് ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഒരു ചെറിയ അരുവി കുറച്ച് വലുതായി ഇങ്ങനെ ഒഴുകുന്നു. ചന്ദ്രൻ നിലാവെളിച്ചം പടർന്നു നിൽക്കുന്നു. പേടി തോന്നുന്ന ഒരവസ്ഥയാണെങ്കിലും ചന്ദ്രരശ്മികൾ മരങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങുമ്പോൾ ആ നയനമനോഹരമായിട്ടുള്ള ആ കാഴ്ച എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സിൽ നിന്നും മായുന്നേയില്ല. ഒരു ചെടി നട്ട്, ഒരു വിത്ത് മുളച്ച്, പിന്നീട് ചെടിയായി മാറി, ചെടി വളർന്ന് വലിയ വടവൃക്ഷമായി മാറി, കാലങ്ങളോളം, നൂറ്റാണ്ടുകളോളം ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും തണലേകി. ഞാൻ നിങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ നിൽക്കുന്നത് എന്ന് തോന്നിക്കുമാർ, ഒപ്പം മനുഷ്യരെന്ന നിങ്ങളുടെ അഹങ്കാരത്തിന് കൂച്ചുവിലങ്ങിടാൻ പറ്റിയ ഒരു കഴിവ് എനിക്ക് പ്രകൃതി തന്നിട്ടുണ്ട് എന്നൊക്കെ ദ്യോതിപ്പിക്കുന്ന ചിന്തകൾ അവിടെ വെച്ച് പലവട്ടം മനസ്സിൽ തോന്നിയിട്ടുണ്ട്. രാത്രിയുടെ 2-ാം യാമത്തിൽ പക്ഷികളുടെ ചിലപ്പം ചെറിയ ശബ്ദങ്ങളും ഹുങ്കാരവും, അങ്ങനെ വനനിബിഡമായ ഭൂവിൽ ഞങ്ങൾ 3-4 പേർ കുറേ ദൂരം, ഒരു 1 കിലോമീറ്ററോളം ഞങ്ങൾ ഉള്ളിൽ നടന്ന് ആ പുഴയുടെ ഓരത്ത് ഞങ്ങൾ അങ്ങനെ നിന്നു. ഒരു മൃഗങ്ങളെയും കണ്ടില്ല. പക്ഷേ ചന്ദ്രകിരണങ്ങൾ അതിൽ തട്ടി പ്രക്ഷുബ്ധമായ ഭൂതലം, അത് എങ്ങനെയാണത് പറയുക? എത്രയോ കൊല്ലങ്ങൾ, 10-20 വർഷത്തിന് മേളിലാവുമെന്ന് തോന്നുന്നു, കഴിഞ്ഞിട്ടും അന്ന് കണ്ട ആ സൗന്ദര്യം തുറന്ന ദൃശ്യങ്ങൾ ഒരു സിനിമയിൽ എന്ന പോലെ, അല്ലെങ്കിൽ ഒരു വിടർന്ന സ്വപ്നം പോലെ മനസ്സിൽ ഇന്നും നിൽക്കുകയാണ്. അങ്ങനെ അതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു കവിതയാണ് വേരുകൾ. അതിലെ ഏതാനും വരികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാം. വിത്തായി പിന്നെയോ മണ്ണിൽ വീണു കിളിർത്തു പൊന്തിയ ചെറുചെടിയായി വളർച്ചയുടെ പടവുകൾ കയറി ഒടുവിൽ മഹാവൃക്ഷമായി പ്രകൃതിയുടെ തലോടലേറ്റുവാങ്ങി നിൽക്കുന്നീ ഭൂതലത്തിൽ മാനവകുലത്തിന് തണലേകി. വിത്തായി പിന്നെയോ മണ്ണിൽ വീണു കിളിർത്തു പൊന്തിയ ചെറുചെടിയായി വളർച്ചയുടെ പടവുകൾ കയറി ഒടുവിൽ മഹാവൃക്ഷമായി പ്രകൃതിയുടെ തലോടലേറ്റുവാങ്ങി നിൽക്കുന്നീ ഭൂതലത്തിൽ
മാനവകുലത്തിന് തണലേകി, മാനവകുലത്തിന് തണലേകി. തുടർന്നുള്ള വരികളും അതിൻ്റെ ദൃശ്യാവിഷ്കാരവും നിങ്ങൾ കാണുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. വിത്തായി പിന്നെയോ മണ്ണിൽ വീണു കിളിർത്തു പൊന്തിയ ചെറുചെടിയായി വളർച്ചയുടെ പടവുകൾ കയറി. വിത്തായി പിന്നെയോ മണ്ണിൽ വീണു കിളിർത്തു പൊന്തിയ ചെറുചെടിയായി വളർച്ചയുടെ പടവുകൾ കയറി. ഒടുവിൽ മഹാവൃക്ഷമായി പ്രകൃതിയുടെ തലോടലേറ്റുവാങ്ങി. ഒടുവിൽ മഹാവൃക്ഷമായി പ്രകൃതിയുടെ തലോടലേറ്റുവാങ്ങി നിൽക്കുന്നീ ഭൂതലത്തിൽ മാനവകുലത്തിന് തണലേകി. ഒടുവിൽ മഹാവൃക്ഷമായി പ്രകൃതിയുടെ തലോടലേറ്റുവാങ്ങി നിൽക്കുന്നീ ഭൂതലത്തിൽ മാനവകുലത്തിന് തണലേകി. ആയിരം വർഷങ്ങൾ വളർച്ച മുരടിക്കാതെ, ആയിരം വർഷങ്ങൾ വളർച്ച മുരടിക്കാതെ മനുഷ്യന്റെ ജീവിതചര്യകളിൽ മുഴുകിച്ചേർന്നു. മനുഷ്യന്റെ ജീവിതചര്യകളിൽ മുഴുകിച്ചേർന്നു നിൽപ്പുയി കർമ്മഭൂമിയിൽ പ്രകൃതീശ്വരിയുടെ അനുഗ്രഹത്താൽ. നിൽപ്പുയി കർമ്മഭൂമിയിൽ പ്രകൃതീശ്വരിയുടെ അനുഗ്രഹത്താൽ. ഒടുവിലീ മണ്ണിൽ ആണിറങ്ങിയ വേരുകളിൽ, ഒടുവിലീ മണ്ണിൽ ആണിറങ്ങിയ വേരുകളിൽ കാലാന്തരത്തിൻ്റെ നിഴൽപ്പാടുകൾ നമുക്ക് കാണാം. ഒടുവിലീ മണ്ണിൽ ആണിറങ്ങിയ വേരുകളിൽ കാലാന്തരത്തിൻ്റെ നിഴൽപ്പാടുകൾ നമുക്ക് കാണാം. ഒപ്പം കാലം നൽകിയ ഗുണത്തിൻ്റെ രജതരേഖകൾ കാണാം ഈ പ്രപഞ്ചത്തിൽ. ഒപ്പം കാലം നൽകിയ ഗുണത്തിൻ്റെ രജതരേഖകൾ കാണാം ഈ പ്രപഞ്ചത്തിൽ. വിത്തായി പിന്നെയോ മണ്ണിൽ വീണു കിളിർത്തു പൊന്തിയ ചെറുചെടിയായി വളർച്ചയുടെ പടവുകൾ കയറി. ഒടുവിൽ മഹാവൃക്ഷമായി പ്രകൃതിയുടെ തലോടലേറ്റുവാങ്ങി. ഒടുവിൽ മഹാവൃക്ഷമായി പ്രകൃതിയുടെ തലോടലേറ്റുവാങ്ങി നിൽക്കുന്നീ ഭൂതലത്തിൽ മാനവകുലത്തിന് തണലേകി. ആയിരം വർഷങ്ങൾ വളർച്ച മുരടിക്കാതെ, ആയിരം വർഷങ്ങൾ വളർച്ച മുരടിക്കാതെ മനുഷ്യന്റെ ജീവിതചര്യകളിൽ മുഴുകിച്ചേർന്നു. മനുഷ്യന്റെ ജീവിതചര്യകളിൽ മുഴുകിച്ചേർന്നു നിൽപ്പുയി കർമ്മഭൂമിയിൽ പ്രകൃതീശ്വരിയുടെ അനുഗ്രഹത്താൽ. ഒടുവിലീ മണ്ണിൽ ആഴ്ന്നിറങ്ങിയ വേരുകളിൽ കാലാന്തരത്തിൻ്റെ നിഴൽപ്പാടുകൾ നമുക്ക് കാണാം. ഒടുവിലീ മണ്ണിൽ ആഴ്ന്നിറങ്ങിയ വേരുകളിൽ കാലാന്തരത്തിൻ്റെ നിഴൽപ്പാടുകൾ നമുക്ക് കാണാം. ഒപ്പം കാലം നൽകിയ ഗുണത്തിൻ്റെ രജതരേഖകൾ കാണാം ഈ പ്രപഞ്ചത്തിൽ. ഒപ്പം കാലം നൽകിയ ഗുണത്തിൻ്റെ രജതരകൾ കാണാം ഈ പ്രപഞ്ചത്തിൽ. കാലാന്തരത്തിൻ്റെ നിഴൽപ്പാടുകൾ നമുക്ക് കാണാം. കാലാന്തരത്തിൻ്റെ നിഴൽപ്പാടുകൾ നമുക്ക് കാണാം. ഒപ്പം കാലം നൽകിയ ഗുണത്തിൻ്റെ രജതരേഖകൾ കാണാം ഈ പ്രപഞ്ചത്തിൽ. വിത്തായി പിന്നെയോ മണ്ണിൽ വീണു കിളർത്തു പൊന്തിയ ചെറുചെടിയായി വളർച്ചയുടെ പടവുകൾ കയറി. ഒടുവിൽ മഹാവൃക്ഷമായി പ്രകൃതിയുടെ തലോടലേറ്റുവാങ്ങി നിൽക്കുന്നീ ഭൂതലത്തിൽ മാനവകുലത്തിന് തണലേകി. ആയിരം വർഷങ്ങൾ വളർച്ച മുരടിക്കാതെ,
മനുഷ്യന്റെ ജീവിതചര്യകളിൽ മുഴുകിച്ചേർന്നു നിൽപ്പു ഈ കർമ്മഭൂമിയിൽ പ്രകൃതീശ്വരിയുടെ അനുഗ്രഹത്താൽ. നിൽപ്പു ഈ കർമ്മഭൂമിയിൽ പ്രകൃതീശ്വരിയുടെ അനുഗ്രഹത്താൽ. പ്രകൃതീശ്വരിയുടെ അനുഗ്രഹത്താൽ പിത്തായി പിന്നെയോ മണ്ണിൽ വീണു കിളിർത്തു പൊന്തിയ ചെറുചെടിയായി വളർച്ചയുടെ പടവുകൾ കയറി ഒടുവിൽ മാവൃക്ഷമായി പ്രകൃതിയുടെ തലോടൽ ഏറ്റുവാങ്ങി. ഒടുവിൽ മാവൃക്ഷമായി പ്രകൃതിയുടെ തലോടലേറ്റുവാങ്ങി നിൽക്കുന്നീ ഭൂതലത്തിൽ മാനവകുലത്തിന് തണലേകി. മാനവകുലത്തിന് തണലേകി.